ഇറാൻ ഒരു ഭാഗത്തും ഇസ്രായേലും അമേരിക്കയും അവരുടെ അറബികളായിട്ടുള്ള സഖ്യകക്ഷികളും മറുഭാഗത്തുമായിട്ടുള്ള യുദ്ധം പശ്ചിമേഷ്യയെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ഇപ്പോഴും തുടരുകയാണ്. യുദ്ധം എന്ന് തീരും എന്ന് ആർക്കും അറിയില്ല. ഇറാൻ പോലത്തെ ഒരു രാജ്യത്തിന് അതത്ര വലിയ സൈനിക ശക്തിയൊന്നുമല്ല. പട്ടാളക്കാരൊക്കെ ഒരുപാടുണ്ട്, തുരുമ്പ് പിടിച്ച ആയുധങ്ങളും കുറവുണ്ട്. പക്ഷേ അത് വെച്ചിട്ടൊന്നും ഇസ്രായേൽ പോലെ വളരെ വളരെ ശക്തമായ ഒരു രാജ്യത്തോട്, അതിന് പിന്തുണ നൽകുന്ന അമേരിക്ക പോലെ ഒരു പരമശക്തമായ രാജ്യത്തോട് എതിരിട്ട് നിൽക്കാൻ പറ്റുകയില്ല, അടിച്ചു നിൽക്കാൻ ഒട്ടും സാധ്യമല്ല. എന്നാലും ഇറാൻ അവരുടെ കഴിവിനൊത്ത രീതിയിൽ, പ്രാപ്തിക്കൊത്ത രീതിയിൽ ദേശാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. ടെഹ്റാനിൽ നിന്ന് ഇത്ര ദൂരം യാത്ര ചെയ്ത് അമേരിക്കയിൽ പോയി ബോംബിടാൻ പറ്റാത്തതുകൊണ്ട് അവർ അത്യാവശ്യം ടെൽ അവീവിനെയാണ് ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിലെ മറ്റ് കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത്. അതുകൂടാതെ ഇവർക്ക് പിന്തുണ നൽകുന്ന മറ്റ് രാജ്യങ്ങൾ സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, UAE മുതലായ രാജ്യങ്ങളെ അത്യാവശ്യം തുർക്കിയെയും ആക്രമിക്കുന്നുണ്ട്. ഇവരുടെ മിസൈലുകൾ പലതും ഉന്നം തെറ്റി സിവിലിയൻ കേന്ദ്രങ്ങളിലാണ് ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്കും ജീവാപായം സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ്. ഞാനിവിടെ അത് വിശദീകരിക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ ഉപന്യസിക്കാനോ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ യുദ്ധം നടക്കുന്നതിനിടയിൽ നമ്മുടെ നാട്ടിലെ ചില ടെലിവിഷൻ ചാനലുകൾ ഇതാ അമേരിക്കയുടെ ബോംബാക്രമണം, അമേരിക്ക നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആറ്റം ബോംബ് പ്രയോഗിക്കും, അതിൻ്റെ അടുത്ത ദിവസം ഹൈഡ്രജൻ ബോംബ് പ്രയോഗിക്കും എന്നൊക്കെ ഒരു വശത്തെ കൂടി അടിച്ചുവിടും. മറുഭാഗത്ത് ഇതാ ഇറാൻ്റെ ഗംഭീരമായ പ്രത്യാക്രമണം, അമേരിക്കയുടെ നടുവൊടിഞ്ഞു, ഇസ്രായേലിൻ്റെ തല പോയി. ഈ ബെഞ്ചമിൻ നെതന്യാഹു പേടിച്ച് ബങ്കറിൽ ഒളിച്ചു, ബങ്കറിനകത്ത് ബോംബ് വീണ് പൊട്ടുന്നു, ഈ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്രായേലിന് കനത്ത തിരിച്ചടി എന്നൊക്കെ അവരാൽ കഴിയുന്ന വിധത്തിൽ എരിവും പുളിയും മസാലയൊക്കെ ചേർത്ത് ഭയങ്കരമായ വാർത്തകൾ, സ്തോഭജനകമായ വാർത്തകൾ അടിച്ചുവിടുകയാണ്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പോട് നല്ലാരും ചെയ്തു. ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇതുപോലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താൽക്കാലത്തേക്ക് ചാനലുകളുടെ റേറ്റിംഗ് നിർത്തിവെക്കാനായിട്ട് വേണ്ട നിർദ്ദേശം കൊടുത്തു. എന്ന് വെച്ചാൽ ചാനലുകാർ ഈ പരിപാടി നിർത്തുമൊന്നുമില്ല, അവർ റേറ്റിംഗ് താൽക്കാലം അളക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിനെ കൂടി ചെയ്യാമെന്ന് അവർ ചെയ്തു. പക്ഷേ തീർത്തും കപോല കൽപ്പിതമായിട്ടുള്ള വാർത്തകൾ ഇപ്പോഴും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ചർച്ചകളും അതുപോലെ വ്യാഖ്യാനങ്ങളും വിശദീകരണമൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഏഷ്യാനെറ്റ് നോക്കിയാൽ പോരാ, അല്ലെങ്കിൽ BBC നോക്കിയാലോ CNN നോക്കിയാലോ ഫോക്സ് ന്യൂസ് നോക്കിയാലോ പോരാ. അതിന് നമ്മൾ മീഡിയ വൺ ചാനൽ തന്നെ കാണണം. മീഡിയ വൺ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിൽ വലഞ്ഞ് ഇറാൻ ഈ കാവടി എടുത്ത് ഹര ഹരോ ഹര എന്ന് പറഞ്ഞ് തല മുണ്ടനം ചെയ്ത് പഴനിക്ക് പോകാൻ നിൽക്കുകയാണ് എന്ന് തോന്നും. കാരണം വേറെ ആരും അറിയാത്ത, വേറെ ആർക്കും പിടികിട്ടാത്ത ഒരുപാട് സൈനിക രഹസ്യങ്ങൾ ഇതിനകം തന്നെ മീഡിയ വൺ ചാനലിലും അവരുടെ മാധ്യമവും പത്രത്തിനും ചോർന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പത്രം എടുത്ത് നീ തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചാനൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഇറാൻ്റെ മിസൈലുകൾ പതിച്ച് ഇസ്രായേൽ സഹി കെട്ടതായിട്ടും വശം കെട്ടതായിട്ടും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലെത്തിയതായിട്ടും തോന്നും. പിന്നെ വേറെ ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, അവർ ഇതിനേക്കാൾ രസകരമായ വാർത്തകളാണ്. ആയിരക്കണക്കിന് യഹൂദ സൈനികർ കൊല്ലപ്പെട്ടു, അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കൺ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുങ്ങിത്തീരുമ്പോൾ നമ്മളെ അറിയിക്കുമായിരിക്കും. അപ്പോൾ എബ്രഹാം ലിങ്കൺ മുങ്ങിക്കൊണ്ടിരിക്കുന്നു, എബ്രഹാം ലിങ്കൺ തീ പിടിച്ചു. പിന്നെ USS ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞ ഒരു കപ്പലും കൂടി അവിടെ ഉണ്ട്. അതിന് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതായത് കുംഭമാസം 18-ാം തീയതി രാവിലെ 11 മണിയുടെ ശുഭമുഹൂർത്തത്തിൽ ഇറാൻ ആക്രമിക്കുന്നതായിരിക്കും. അതുകൂടി അതും കടലിൻ്റെ അടിയിലേക്ക് താണു പോകും എന്നാണ്. അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ കൊടുത്ത് മനുഷ്യൻ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ മീഡിയ വൺ ചാനലിൽ കണ്ടൊരു വാർത്ത ഇത് കണ്ട് ഞാൻ ചിരിച്ചുപോയി. ഈ ഇറാൻ്റെ ആ പ്രത്യാക്രമണത്തിന് മുമ്പിൽ ഇസ്രായേൽ പിടിച്ചു നിൽക്കുമോ എന്നാണ് മൗദൂദികൾക്ക് സംശയം. ഇസ്രായേൽ പിടിച്ചു നിൽക്കുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഇസ്രായേൽ ഇറാൻ്റെ മുമ്പിൽ പിടിക്കാതെ നിൽക്കും, നിവർന്ന് നിൽക്കും. ഇസ്രായേലിൻ്റെ മുമ്പിൽ ഇറാൻ പിടിക്കാതെ നിൽക്കില്ല, പിടിച്ച് നിൽക്കില്ല, അവർ മൂട്ടിലെ പൊടിയും തട്ടി ഓടിക്കളയും. ഇത് പറയുമ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളെ കെമിസ്ട്രി പഠിപ്പിച്ചത് ഗോപി സാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ ആ കൊല്ലം പരീക്ഷയ്ക്ക്, ക്രിസ്മസിൻ്റെ പരീക്ഷയ്ക്കാന്ന് എനിക്ക് കൂടെ, കെമിസ്ട്രിയിൽ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ക്ലോറിൻ വിഷത്തിന് പ്രതിവിഷമായി ഉപയോഗിക്കുന്നത് എന്താണ്? രാസപ്രവർത്തനം വിശദീകരിക്കാം.
ക്ലോറിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ശരിക്കും അമോണിയാണ്. അത് എനിക്ക് പോലും ഓർമ്മയുണ്ട്. ക്ലോറിൻ ശ്വസിച്ച് അബോധാവസ്ഥയിലാകുന്ന ആളെ അപ്പോൾ തന്നെ അമോണിയ ശ്വസിപ്പിക്കും. ക്ലോറിനും അമോണിയയും തമ്മിൽ പ്രവർത്തിച്ച് അമോണിയം ക്ലോറൈഡായിട്ട് മാറും എന്നാണ് രാസപ്രവർത്തനം. ഞാൻ ഓർമ്മയെന്ന് പറഞ്ഞ കേട്ടോ, ഇതിൽ കാണുന്നതിൽ കെമിസ്ട്രി വിദഗ്ധന്മാരായ ആളുകൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത്. ഏതായാലും എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു ചങ്ങാതി, പേര് ഞാൻ മറന്നുപോയതല്ല, മനഃപൂർവ്വം പറയാത്തതാണ്, എഴുതിയ ഉത്തരം ഇങ്ങനെയാണ്: ക്ലോറിൻ്റെ പ്രതിപക്ഷമായി ഉപയോഗിക്കുന്ന കാർബണാണ്. രാസപ്രവർത്തനം എന്ന് വെച്ചാൽ ക്ലോറിനെ കാണുമ്പോൾ കാർബണിനെ കാണുമ്പോൾ ക്ലോറിൻ ഓടിപ്പോകും എന്നാണ്. അപ്പോൾ ഗോപി സാർ ഇത് രസകരമായ ഉത്തരം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഉറക്കെ വായിച്ചു. എന്നിട്ട് വർഗീസിൻ്റെ ആൻസർ പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ക്ലോറിനെ കാണുമ്പോൾ കാർബൺ ഓടിപ്പോകും. എങ്ങനെയെന്ന് വെച്ചാൽ കുഞ്ചിയമ്മയെ കാണുമ്പോൾ രാമൻ നായർ ഓടിപ്പോകുന്ന പോലെയാണ് എന്ന്. കുഞ്ചിയമ്മ ആരാണെന്നോ രാമൻ നായർ ആരാണെന്നോ സാറ് പറഞ്ഞില്ല. അത് ഞങ്ങളുടെ ഊഹത്തിന് അല്ലെങ്കിൽ ഭാവനയ്ക്ക് മനോധർമ്മത്തിന് അദ്ദേഹം വിട്ടുതരികയാണ് ഉണ്ടായത്. ഞാനിപ്പോൾ ഈ മീഡിയ വണ്ണിലെ ചർച്ച കാണുമ്പോൾ അത് തന്നെ ഓർക്കും. കുഞ്ചിയമ്മയെ കാണുമ്പോൾ രാമൻ നായർ ഓടുന്ന പോലെയാണ്. ഇറാനെ കാണുമ്പോൾ ഇസ്രായേലുകാർ ഓടുന്നത്, അല്ലെങ്കിൽ അമേരിക്കക്കാർ ഓടാൻ പോകുന്നത്. ഇതുപോലെ ഒരു ചാനലുണ്ടെന്ന് വെച്ചാൽ എന്തും പറയാമെന്ന് വെച്ചാൽ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇതുകൊണ്ടൊന്നും ഈ മൗദൂദി ചാനൽ നുണപ്രചരണം നിർത്തും എന്ന് നമ്മളാരും വിചാരിക്കേണ്ടതില്ല. അവരിതൊക്കെ തന്നെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് വരും ദിവസങ്ങളിലും വരും ആഴ്ചകളിലും വരും കൊല്ലങ്ങളിലും ആവർത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വളരെ വിരസമായി പോയേനെ, വളരെ ബോറായി പോയേനെ.